Assalamu alaikum wa rahmatullah. Hello, very good morning to all. എല്ലാവർക്കും സുഖല്ലേ? സുഖാണെന്ന് കരുതുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ജീവിതത്തിൽ 90% ആളുകളും ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ലോ ക്ലാസ് ലെവൽ, ബാക്കി 10% ആളുകൾ ജീവിതത്തിൽ ഉയർന്ന ലെവലിലെത്തി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനുള്ള ഉത്തരം ഈ 90% ആളുകൾ ജീവിതത്തിന്റെ ആ ഒരു കെമിസ്ട്രി, ആ ഒരു ടൂൺ മനസ്സിലാക്കില്ല എന്നല്ല. ബാക്കി 10% ആളുകൾ ജീവിതത്തിന്റെ ആ ഒരു ടൂൺ, ആ ഒരു കെമിസ്ട്രി മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോ ജീവിതത്തിന്റെ ആ ടൂൺ എങ്ങനെ മനസ്സിലാക്കാം? അതിനുവേണ്ടി നമുക്ക് ജീവിതത്തെ ഒരു ഗെയിം ആയിട്ട് സങ്കല്പിക്കേണ്ടതുണ്ട്. എ സിംഗിൾ പ്രൈസ് ഗെയിം. There are so many competitors with it. അതിൽ നമ്മളോട് കൂടെ ഓടാൻ ധാരാളം ആളുകളുണ്ട്. അവരെല്ലാം വെട്ടിച്ച് ഒന്നാമതെത്തുക എന്നുള്ളതാണ്. അതിൽ എല്ലാവരെയും വെട്ടിച്ച് മുന്നോട്ട് ഓടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമുക്ക് കഴിയും. കാരണം എന്താ? പിതാവിന്റെ ഒരു തുള്ളി സെമനിൽ നിന്നും 2000 അല്ല 2000 ലക്ഷം ബീജങ്ങൾ, സ്പേമുകൾ ഉമ്മയുടെ ഓവവുമായി കൂടിച്ചേരാൻ മത്സരിച്ചപ്പോൾ അതിൽ നിന്ന് സെലക്റ്റീവ് ആയത് നമ്മളാ. ഇത്രയും 2000 ലക്ഷം ആളുകളെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും ആളുകളെ തോൽപ്പിക്കാൻ കഴിയില്ല? നമ്മോട് കൂടെ ഓടുന്നവരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് കഴിയില്ല എന്നുള്ള ചോദ്യത്തിനല്ലേ പ്രസക്തിയുള്ളത്? ആണ്, അതെ, ശരി തന്നെ. അപ്പോ എവരിബഡി വെൽക്കം ടു ദി ഗെയിം ഓഫ് ലൈഫ്. ഈ ഗെയിം ജയിക്കാനുള്ള ഒരു കുറച്ച് ട്രിക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ആദ്യമായിട്ടുള്ള സ്റ്റെപ്പ് സ്പിരിച്വാലിറ്റി. അതിന്റെ വിവരിച്ചാർക്കാൻ പറയാൻ പറ്റുമോ? സിമിലി ആത്മീയത, അതിന് വിവരിച്ചാർക്കാൻ പറയാൻ പറ്റുമോ? ദൈവഭക്തി പറഞ്ഞാൽ അതിന് പല ലെവലുകളുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിരിക്കലും അത്യുന്നത ടോപ്പ് ലെവലല്ല, അതിന്റെ ഒരു മോഡറേറ്റ് ലെവൽ. നമ്മൾ ഇഹ്സാൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലാണ് ഉദ്ദേശിച്ചത്. ആ ഒരു ലെവൽ അതിന്റെ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ ആദരിക്കുക, മറ്റുള്ളവർ നന്ദി കാണിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാ. നിങ്ങൾ നന്ദിയുള്ളവരാണോ, ദൈവം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു പറഞ്ഞതാ, അള്ളാഹുവിന്റെ വാഗ്ദാനം. രണ്ടാമത്തേത് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക. എന്താ ഡെഡ് ലൈൻ ഫിക്സിങ്? നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് പ്ലാൻ ഉണ്ടാക്കി ഇന്ന സമയത്ത് ചെയ്ത് തീർക്കും എന്ന ദൃഢനിശ്ചയം അത് നമുക്കുണ്ടാവണം. അവിടെയാണ് കാര്യം. മൂന്നാമത്തേത്, നമ്മൾ പ്ലാൻ ഉണ്ടാക്കി ഡെഡ് ലൈൻ ഫിക്സ് ചെയ്തു. മൂന്നാമത്തേത്, അതിൽ നമുക്ക് തോൽവികൾ വരാം. കോൺഫ്രണ്ട് ദി ഫെയിലിയേഴ്സ്, തോൽവികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ പ്ലാൻ ഫിക്സ് ചെയ്ത് മുന്നോട്ട് ഗമിക്കുമ്പോഴായിരിക്കും നമുക്ക് മുമ്പിൽ തോൽവി വില്ലനായെത്തുന്നത്. പക്ഷെ തളരരുത്, ഒരിക്കലും തളരരുത്. തോൽവികൾക്ക് മുമ്പിൽ തോറ്റുകൊടുക്കരുത്. അതിനെ പുഞ്ചിരിയോട് നേരിടാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടല്ലേ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പോയമുണ്ട്, മദർ ടു സൺ. അതിൽ അമ്മ മകന് നൽകുന്ന ഉപദേശമുണ്ട്, സൺ, ലൈഫ് ഈസ് നോട്ട് ഈസി, it is risky, it is not a smooth road, but it is a road with obstacles and gutters. മകനെ, ജീവിതം ഒരിക്കലും ഈസിയല്ല. അതിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് റിസ്ക് പിടിച്ചതാ. അതൊരിക്കലും ഒരു നേർപാതയല്ല. അത് തടസ്സങ്ങളുള്ള കുണ്ടും കുഴികളുമുള്ള പാതയാണ്. അതിനെ തിരിച്ചറിയണമെന്നുള്ളത്. അതുകൊണ്ടല്ലേ APJ അബ്ദുൽ കലാം പറയുന്നത്, വിജയം ആസ്വാദകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ അനിവാര്യമാണ്, തോൽവികൾ അനിവാര്യമാണ്. അതേ, അനിവാര്യം തന്നെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്തും തോൽവികളെ നേരിടാനാവട്ടെ, എന്തിനുമുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട്. അത് തിരിച്ചറിയുന്നിടത്താണ് കാര്യം. എന്തിനുമുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ നമുക്ക് കൂടുതലുണ്ട്. കാരണം നാം ഉപയോഗിച്ചിട്ടില്ലല്ലോ. അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് അങ്കിത് ഫാദിയെ, ലോകത്തെ ഞെട്ടിച്ച ഹാക്കർ അങ്കിത് ഫാദിയെ. തന്റെ 13ാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രിക്ക് രഹസ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർക്ക് വരുന്ന മെയിൽ അദ്ദേഹം ചോർത്തുകയാണ്. മറിച്ച് അതിന് ശിക്ഷ എന്നോണം എംബസിയിൽ നിന്ന് അദ്ദേഹത്തിന് കോൾ വന്നു. എന്തിനാണ് ഈ ചോർത്തിയത് മകനെ? അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറമെ ചോർത്തിയതാ. അപ്പോൾ ഇന്ത്യക്കാർ പറഞ്ഞു, നീ 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുക. അതിനുശേഷം അദ്ദേഹം ഒരു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. തന്റെ 14ാമത്തെ വയസ്സിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴും അദ്ദേഹത്തിന് ഹാക്കിങ്ങിനോടുള്ള ആ ഒരു താല്പര്യം അവസാനിക്കുന്നില്ല. അദ്ദേഹം 14ാമത്തെ വയസ്സിൽ ജയിൽ ശിക്ഷ വീണ്ടും ഹാക്കിങ്ങിലേക്ക് ഇറങ്ങി. അതിന്റെ 15ാമത്തെ വയസ്സിൽ അടുത്തൊരു ഹാക്കിംഗ് കൂടി അദ്ദേഹം നടത്തി. ഇത്തവണ അദ്ദേഹം ഹാക്ക് ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ല, മറിച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമയ്ക്ക് ഉള്ള വൈറ്റ് ഹൗസിലേക്കുള്ള രഹസ്യമായിട്ടുള്ള ഒരു കത്ത് അദ്ദേഹം ചോർത്തുകയാണ്.
അപ്പോൾ തന്നെ അമേരിക്കൻ എംബസിയിൽ നിന്ന് കാൾ വന്നു ഇന്ത്യൻ എംബസിയിലേക്ക്. എന്തേ നിങ്ങളുടെ ഒരു കുട്ടി എന്നല്ല, ഒരു ഹാക്കർ ഞങ്ങളുടെ മെയിൽ ചോർത്തിയിട്ടുണ്ടല്ലോ. ചോർത്തിയോ? ഞങ്ങൾക്ക് കൃത്യമായിട്ട് ആ കുട്ടിയെ അറിയണം, ആ ആളെ ഞങ്ങൾക്ക് മനസ്സിലാക്കണം, ആ ആളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടണം, ആ ആളെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾ അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുമെന്ന് അമേരിക്ക വാശി പിടിക്കുന്നു. ഇന്ത്യ വിട്ടുകൊടുക്കുന്നു. അമേരിക്ക അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? അവരുടെ ഇന്റലിജൻസിന്റെ ഹെഡായി അദ്ദേഹത്തിന് നിയമിച്ചു. അമേരിക്ക കൊടുത്ത ശിക്ഷ ഇതാ. ഇത്രയും ബ്രില്യന്റ് ആയ ഒരു കുട്ടിക്ക് എന്തുകൊണ്ട് ഇതാവാൻ പറ്റില്ല? ഇത്രയും ബ്രില്യന്റ് ആയി. ഇവിടെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ വ്യത്യാസം. ഇന്ത്യ ചെയ്തതോ ഒരു പക്ഷം തടവിൽ കൊടുത്തു, അമേരിക്ക ചെയ്തതോ അദ്ദേഹത്തെ ഹെഡാക്കി നിയമിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്തുമാകാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിനുണ്ട്. അതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുക. സിംപിളി 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ ജീവിതം എന്നുള്ള ഗെയിം ജയിക്കാനുള്ള 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്പിരിച്വാലിറ്റി, ഡെഡ്ലൈൻ ഫിക്സിംഗ്, കോൺഫ്രണ്ട് ദി ഫെയിലിയേഴ്സ് ദാറ്റ് ബിക്കമിങ്. തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ്. So be hard work, persistent, consistent, determined until you get the dream that you have visioned in your life, that the success that waiting for you. So thanks for having me. Assalamu alaikum wa rahmatullahi wa barakatuh.